ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇമേജ് ഹിസ്റ്റോഗ്രാംസ് ആണ്. ഇമേജ് ഹിസ്റ്റോഗ്രാം ബേസിക്കലി ഒരു ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫിൻ്റെ എക്സ് ആക്സിൽ ഉണ്ടായിരിക്കുക, നമ്മളിവിടെ ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആണ് എടുക്കുന്നത്. എക്സ് ആക്സിൽ ഉണ്ടായിരിക്കുക നമ്മുടെ ഇമേജിലെ പിക്സൽ വാല്യൂസ് ആണ്. സോ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു ഗ്രേ സ്കെയിൽ ഇമേജിൽ ഉണ്ടായിരിക്കുക 0 മുതൽ 255 വരെ ആയിരിക്കും. 0 ആണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും, 255 ആണെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. അതുപോലെ അതിനിടയിലുള്ള കളർ ആണെങ്കിൽ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഗ്രേ കളർ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ ഒരു ഗ്രേ സ്കെയിൽ ഇമേജിനെ നമ്മൾ ഇമേജ് ഹിസ്റ്റോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ് ആക്സിൽ ഉണ്ടായിരിക്കുക നമുക്കിതുപോലെ ഓരോ പിക്സൽ വാല്യൂസ് ആയിരിക്കും. വൈ ആക്സിൽ ഉണ്ടായിരിക്കുക എത്രത്തോളം ആ ഒരു പിക്സൽ വാല്യൂസിൽ എത്രത്തോളം പിക്സൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൽ നമുക്ക് 2 പീക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2 പീക്ക് ഇതിൽ ഏകദേശം 10 മുതൽ 60 ഇടയിലുള്ള ഒരു പീക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10നും 60നും ഇടയിലുള്ള പിക്സൽ വാല്യൂസ് ഉള്ള ഇത്രയും പിക്സൽസ് ഉണ്ടെന്നാണ്. സോ ഈ ഒരു ഭാഗം കാണിക്കുന്നത് നമ്മുടെ ഇമേജിലെ ഈ ഒരു ഡാർക്കർ ഭാഗമാണ്. ഈ ഒരു മുകളിൽ കാണുന്ന ഒരു ഡാർക്ക് ഭാഗമാണ് ഈ ഒരു പീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പീക്ക് എന്ന് പറയുന്നത് ഏകദേശം 100നും 150നും ഇടയിൽ കാണുന്ന ഈ ഒരു പീക്ക് എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഈ ഗ്രേ കളറും അതുപോലെ ഡോഗിൻ്റെ ഫേസിലും ഈ ഭാഗത്ത് കാണുന്ന ഈ ഒരു ഗ്രേ കളറുമാണ് നമ്മൾ രണ്ടാമത്തെ പീക്കായി കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സൈഡിലും ഈ 2 സൈഡിലും കാണുന്ന വൈറ്റ് കളറാണ്. ഈ ഒരു രീതിയിൽ നമ്മളൊരു ഗ്രേ സ്കെയിൽ ഇമേജിലെ പിക്സൽ വാല്യൂസിനെ നമ്മളൊരു ഗ്രാഫിലോട്ട് ഈ ഒരു രീതിയിൽ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമേജ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മൾ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ബ്ലാക്കും അതുപോലെ കംപ്ലീറ്റ് വൈറ്റുമാണ്. ഹാഫ് ഭാഗം ബ്ലാക്കും ഹാഫ് വൈറ്റുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കംപ്ലീറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതുപോലെ കംപ്ലീറ്റ് വൈറ്റ് എന്ന് പറയുന്നത് 255 ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം 0 ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ 0ക്കും അതുപോലെ 255 മാത്രമാണ് നമുക്കൊരു ലൈന് ലഭിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം താഴെ കാണുന്ന ഭാഗമൊക്കെ 0 ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. 0യും അതുപോലെ 255 മാത്രമായിരിക്കും നമുക്കൊരു ലൈൻ ലഭിക്കുക. അത് ഏകദേശം ഒരേ രീതിയിലായിരിക്കും അതിൻ്റെ പിക്സൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതും ഏകദേശം 60,000 അടുത്തുണ്ട്, അതുപോലെ ഇതും ഏകദേശം 60,000 അടുത്തുണ്ട്. ഈ ഒരു രീതിയിൽ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമേജ് ഹിസ്റ്റോഗ്രാംസ് എന്ന് പറയുന്നത്. നമുക്കൊരു ഇമേജ് ഹിസ്റ്റോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇമേജിൽ എത്രത്തോളം ഡാർക്ക്നെസ്സും എത്രത്തോളം ബ്രൈറ്റ്നെസ്സും ഉണ്ടെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാര്യം നമുക്ക് OpenCV ഉപയോഗിച്ച് എങ്ങനെ ഈ ഒരു ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ഈ ഡോഗിൻ്റെ ഫോട്ടോ നമ്മളിപ്പോൾ ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കും. സോ നമ്മളത് ഒരു ഗ്രേ സ്കെയിലായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ 0 ഫ്ലാഗ് കൊടുക്കുന്നു. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഗ്രേ സ്കെയിൽ ഇമേജ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കൊരു ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാം കാണണമെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കാൽക്കുലേറ്റ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ നമ്മളതിനെ ഹിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ അതിനുശേഷം നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. cv.calcHist എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇമേജാണ്. എല്ലാം നമ്മൾ ലിസ്റ്റായിട്ടാണ് കൊടുക്കേണ്ടത്. സോ നമ്മുടെ ഇമേജ് ഉള്ളത് img എന്ന് പറയുന്ന വേരിയബിളിലാണ്. അതിനുശേഷം കോമ കൊടുത്ത ശേഷം ചാനൽസ് ആണ്. ചാനൽസ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗ്രേ സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ 0 കൊടുക്കുന്നു. കോമ കൊടുത്ത ശേഷം നമ്മൾ മാസ്ക് നമ്മളൊരു ഇമേജിൻ്റെ പ്രത്യേക ഭാഗം ഹിസ്റ്റോഗ്രാം കാണുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിവിടെ കംപ്ലീറ്റ് ഇമേജാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നൺ കൊടുക്കുന്നു. അതുപോലെ ഹിസ്റ്റ് സൈസ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എത്ര ലൈൻസ് ആണ് നമുക്ക് വേണ്ടത്. 0 മുതൽ 255 വരെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 256 ലൈൻസ് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ 256 എന്ന് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ ബിൻ സൈസ് എന്നും വിളിക്കുന്നു. കോമ കൊടുത്ത ശേഷം നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് റേഞ്ചസ് ആണ്. സോ റേഞ്ചസ് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് കാണേണ്ടത് 0 to 255 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 0,256 ഇവിടെ കൊടുക്കണം. 256 എന്ന് കൊടുക്കുക. ശേഷം സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ഷോ ചെയ്യിക്കണമെങ്കിൽ നമ്മളിവിടെ ഇത് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ മാറ്റ്പ്ലോട്ട് ലൈബ്രറിയാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ plt.plot എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മുടെ ഹിസ്റ്റോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുള്ള ഹിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ plt.show എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഹിസ്റ്റോഗ്രാം. ഇത് നമ്മുടെ ഇമേജാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 60-70ൻ്റെ ഇടയിലുള്ള ഇത്രയും ഭാഗം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഡാർക്ക്നെസ് ഭാഗമാണ് ആദ്യത്തെ പീക്ക് എന്ന് പറയുന്നത്. രണ്ടാമത് കാണുന്ന ഈ 100ൻ്റെയും അതുപോലെ 150ൻ്റെയും ഇടയിലുള്ള ഭാഗം ഈ താഴെ കാണുന്ന ഈ ഒരു ഗ്രേ കളറും അതുപോലെ ഡോഗിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഗ്രേ കളറുമാണ്. സോ ലാസ്റ്റ് കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ ഈ വൈറ്റ് ഭാഗങ്ങളാണ്. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഈ 0ക്ക് ഇവിടെ കാണുന്ന ചെറിയൊരു ഏകദേശം നമുക്ക് വൈയിൽ 121 പിക്സൽ കാണാൻ സാധിക്കും. അത് ഈ കാണുന്ന ഈ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗമാണ്. ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ 125 എന്ന് പറയുന്ന വാല്യൂസിൽ 125 എന്ന് പറയുന്ന പിക്സൽ വാല്യൂസിൽ ഏകദേശം നമുക്ക് 3000 പിക്സൽസ് ഉണ്ട്. ഈ രീതിയിലാണ് ഈ ഒരു ഹിസ്റ്റോഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്സ് ആക്സിൽ ഉണ്ടായിരിക്കുക പിക്സൽ വാല്യൂസ് ആയിരിക്കും. അതുപോലെ
വൈ ആക്സിൽ ഉണ്ടായിരിക്കുക എത്ര ആ ഓരോ വാല്യൂസിലും നമുക്ക് എത്ര പിക്സൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്റോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പിക്സലിൽ എത്രത്തോളം ഡാർക്ക്നെസ്സും അതുപോലെ ബ്രൈറ്റ്നെസ്സും ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മൾ കംപ്ലീറ്റ് പകുതി ബ്ലാക്കും പകുതി വൈറ്റ് ആയിട്ടുള്ള ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാം കൂടി ഒന്ന് കണ്ടു നോക്കാം. സോ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. സോ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് B&W എന്ന് പറയുന്ന ഇമേജ് ആയിരുന്നു. B&W.png സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലഭിച്ച പോലെ നമുക്കിവിടെ നോക്കിയാൽ കാണാം 0-യിലും അതുപോലെ 0 പിക്സൽ വാല്യൂസിലും അതുപോലെ 255 വാല്യൂസിലും മാത്രമേ നമുക്ക് ഒരു ലൈൻ ലഭിക്കുന്നുള്ളൂ. കാരണം നോക്കിയാൽ കാണാം നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് പകുതി ബ്ലാക്കും അതുപോലെ പകുതി വൈറ്റുമാണ്. അതിനിടയിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഇതുപോലെ 0 ആയിരിക്കും ലഭിക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ്, ഒരു ഗ്രാഫിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം, ഇമേജ് ഹിസ്റ്റോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.